നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വേനൽ ശക്തമായതോടെ മിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ഉച്ചവിശ്രമ നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ ഒടുവിൽ UAEയും ഇതേ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 18 വർഷമായി UAE വേനൽക്കാലത്ത് ഉച്ചവിശ്രമം നടപ്പാക്കാറുണ്ട്. വേനൽ ചൂട് 42 ഡിഗ്രിക്കും മുകളിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് UAEയിൽ നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 15 മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത്. 3 മാസത്തേക്കാണ് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം നിർബന്ധമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ നിയമം നിലവിലുണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ ചൂട് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ കണക്കിലെടുത്ത തൊഴിൽ മന്ത്രാലയം ഉച്ചവിശ്രമ നിയമം നടപ്പാക്കുന്നത്. 15-ാം തീയതി മുതൽ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3:30 വരെ തുറസായ സ്ഥലത്ത് വെയിലത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിക്കാൻ പാടില്ല. ഈ സമയത്ത് തൊഴിലാളികൾക്ക് വെയിലേൽക്കാതെ വിശ്രമിക്കാനുള്ള സൗകര്യം തൊഴിലുടമകൾ ഒരുക്കി നൽകണം. ഇല്ലാത്ത പക്ഷം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും എന്നാണ് നിർദ്ദേശം. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ 60059000 എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാം. അതേസമയം കുവൈത്തിൽ ഉച്ചവിശ്രമ നിയമം ലംഘിച്ച 50-ലധികം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജ്യത്ത് ചൂട് കൂടിയ സാഹചര്യത്തിൽ പകൽ 11 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുതെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. മാൻപവർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തത്. കഴിഞ്ഞ ദിവസം മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ അൽ മസായിൽ ഏരിയയിലെ 12 കൺസ്ട്രക്ഷൻ സൈറ്റുകളിലാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ സ്ഥലങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായും ജോലി ചെയ്ത 50-ലധികം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായും അറബ് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന ജോലികൾക്ക് വിലക്കേർപ്പെടുത്തിയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കാനും അതോറിറ്റിയും മന്ത്രാലയവും നിർദ്ദേശിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഇവരെ ജോലിക്ക് നിയോഗിച്ച കമ്പനികൾക്ക് വാർണിംഗ് നോട്ടീസ് നൽകിയിരുന്നു. നിയമലംഘനം ആവർത്തിച്ചാൽ കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പരിശോധക സംഘത്തിന് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ഹുസൈൻ അൽ ബനായി പറഞ്ഞു. ഒരു തൊഴിലാളിക്ക് 100 ദിനാർ എന്ന തോതിൽ പിഴ ഈടാക്കുകയും കമ്പനിയുടെ ഫയൽ മരവിപ്പിക്കുകയും ചെയ്യും. ലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിക്കുകയും ഫയൽ അടച്ചുപൂട്ടുകയുമാണ് ചെയ്യുക. തൊഴിലാളികൾക്കെതിരെയും നടപടിയുണ്ടാകും. അതേസമയം തൊഴിലാളികളെ കൊണ്ട് നിർബന്ധിച്ചാണ് തൊഴിൽ എടുപ്പിക്കുന്നതെങ്കിൽ കമ്പനിക്കെതിരെ മറ്റൊരു കേസ് കൂടി ഫയൽ ചെയ്യുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.